ഹായ് പാർട്ട്നേഴ്സ്, നമ്മുടെ കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ റിസർച്ച് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു സർവീസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഇതിന് വരുന്ന ചെലവുകൾ, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെലവുകൾ, R&D ചെലവുകൾ നമുക്ക് ടാക്സിൽ നിന്ന്, അതായത് ഇൻകം ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഇൻകം ടാക്സ് നിയമത്തിലെ ആർട്ടിക്കിൾ 16 പറയുന്നത്. നമ്മുടെ ടാക്സബിൾ ഇൻകവുമായി ബന്ധപ്പെട്ട എല്ലാ R&D ചെലവുകളും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉദാഹരണത്തിന്, നമ്മൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുകയാണെന്ന് കരുതുക. അതിനുവേണ്ടി നമ്മൾ നിയമിച്ച റിസർച്ചർമാരുടെ ശമ്പളം, ടെസ്റ്റിങ്ങിനായി ഉപയോഗിച്ച മെറ്റീരിയൽസ്, അതിന്റെ ചെലവുകൾ, ആ ലാബിലെ റണ്ണിംഗ് കോസ്റ്റ് എന്നിവയെല്ലാം നമുക്ക് ആ വർഷത്തെ ചെലവായി കാണിക്കാം. എന്നാൽ ഇവിടെ നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു എക്സംഷൻ പറയുന്നുണ്ട്. R&Dക്ക് വേണ്ടി നമ്മൾ ഒരു ലാൻഡ് വാങ്ങിയാൽ ആ തുക ഒറ്റയടിക്ക് ചെലവായി കുറയ്ക്കാൻ പറ്റില്ല. അതുപോലെ R&Dക്ക് വേണ്ടി നമ്മൾ പുതിയ എക്യുപ്മെന്റ് വാങ്ങിയാലും ആ തുക നേരിട്ട് ചെലവായി കുറയ്ക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന്, ആ സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ 2 ലക്ഷം റിയാലിന്റെ ഒരു ഹൈ എൻഡ് സെർവർ വാങ്ങിയെന്ന് കരുതുക. ഈ 2 ലക്ഷം റിയാൽ നമുക്ക് ഈ വർഷത്തെ R&D ചെലവായി കാണിക്കാൻ സാധിക്കില്ല. പിന്നെ ആ പണം നഷ്ടമാണോ? അല്ല. നിയമം പറയുന്നത് ആ സെർവർ നമ്മുടെ ഒരു അസറ്റായി കണക്കാക്കുകയും അതിന് ആർട്ടിക്കിൾ 17 പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുകയും വേണമെന്നുള്ളതാണ്. എന്താണ് ഈ ഡിപ്രീസിയേഷൻ? എന്തൊക്കെ അസറ്റുകൾക്കാണ് ഇത് കിട്ടുന്നത്? അടുത്ത വീഡിയോയിൽ നമുക്കത് വിശദമായി തന്നെ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്രേറ്റ്.